നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. മുഖ്യമന്ത്രിയുടെ മുൻ പ്രിൻസിപ്പൽ സെക്രട്ടറിയും IT സെക്രട്ടറിയുമായിരുന്ന M ശിവശങ്കറിന്റെ പേര് ആരും മറക്കുകയില്ല, പ്രത്യേകിച്ച് മലയാളികൾ മറക്കുകയില്ല. എന്നാൽ ഇപ്പോൾ ഒരിക്കൽ പോലും താനും മറന്നിട്ടില്ല എന്ന് സൂചിപ്പിച്ചുകൊണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ കഴിഞ്ഞ ദിവസം പേരെടുത്ത് പറയാതെ സൂചനകൾ നൽകിക്കൊണ്ട് ശിവശങ്കറിനെ ഓർക്കുകയുണ്ടായിരുന്നു. M ശിവശങ്കറിന്റെ പേര് പറയാതെ പരാമർശം നടത്തിയിരിക്കുകയാണ് മുഖ്യമന്ത്രി. കേരളത്തിലെ സ്റ്റാർട്ടപ്പ് വികസനത്തിൽ വലിയ പങ്ക് വഹിച്ച ഉദ്യോഗസ്ഥന്റെ മികവ് ഈ ഘട്ടത്തിൽ ഓർക്കുന്നുവെന്നാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞത്. പക്ഷേ വ്യക്തിപരമായ ദൗർബല്യത്തിന്റെ പേരിൽ അദ്ദേഹം വലിയ വേട്ടയാടൽ നേരിടേണ്ടി വന്നുവെന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കി. ഒന്നാം പിണറായി സർക്കാരിൽ IT സെക്രട്ടറി ആയിരുന്നു ശിവശങ്കർ. മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി ആയിരുന്ന ശിവശങ്കർ സ്വർണ്ണക്കടത്ത് വിവാദത്തിൽപ്പെട്ടാണ് പുറത്തുപോയത്. ഇപ്പോൾ ആരും ശിവശങ്കറിനെ കുറിച്ച് ചർച്ച ചെയ്യാറേയില്ല. ദീർഘകാലം ജയിൽ ജീവിതം അനുഭവിച്ച ശിവശങ്കർ ഇപ്പോൾ ജാമ്യത്തിലാണ്. തിരുവനന്തപുരത്ത് DYFIയുടെ സ്റ്റാർട്ടപ്പ് ഫെസ്റ്റ് ഉദ്ഘാടനം ചെയ്യാനായി എത്തുകയായിരുന്നു മുഖ്യമന്ത്രി. ഇതിനിടയിലാണ് തന്റെ അതിവിശ്വസ്തനായി ഒരു കാലത്ത് കൊണ്ടു നടന്ന ശിവശങ്കറിനെ ഓർമ്മിപ്പിക്കുന്നത്. സ്റ്റാർട്ടപ്പ് മേഖലയിൽ 2023-24 കാലഘട്ടത്തിൽ കേരളത്തിൽ 254% വളർച്ചയുണ്ട് എന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറയുന്നു. ദേശീയ ശരാശരി 44%ആയിരിക്കെയാണ് കേരളത്തിന്റെ ഈ നേട്ടം. ഇത് ഒരാൾ വിളിച്ചു പറഞ്ഞപ്പോൾ എന്തൊരു പുകിലാണ് ഉണ്ടായത് എന്നും ശശി തരൂരുമായി ബന്ധപ്പെട്ട വിവാദം സൂചിപ്പിച്ചുകൊണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറയുന്നു. കേരളത്തിന്റെ മാറുന്ന മുഖമാണ് DYFI സംഘടിപ്പിക്കുന്ന യൂത്ത് സ്റ്റാർട്ടപ്പ് ഫെസ്റ്റിവൽ എന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. കേരളത്തിന്റെ പുതിയ മാറ്റമാണ് മവാസോ കാണിക്കുന്നത്. ശക്തമായ സമരങ്ങൾ നടത്തി പാരമ്പര്യമുള്ള DYFIയുടെ വേറിട്ട ഒരു കാഴ്ചയാണ് മവാസോ എന്നും മുഖ്യമന്ത്രി പറഞ്ഞു. നാടിന്റെ മുന്നേറ്റത്തിന് നിരവധി പ്രവർത്തനങ്ങൾ DYFI ഏറ്റെടുത്തു. അഴിമതി നാടിന്റെ ശാപമാണെന്നും അഴിമതിക്കെതിരെ പ്രക്ഷോഭം നടത്താൻ DYFIക്ക് കഴിഞ്ഞുവെന്നും പറഞ്ഞുകൊണ്ടാണ് അഴിമതിക്കാരൻ കൂടിയായ അല്ലെങ്കിൽ അത്തരത്തിൽ അഴിമതിക്ക് വേണ്ടി കൂട്ടുനിന്ന ശിവശങ്കറിന്റെ പേര് ഇവിടെ ഓർത്തത്. വർഗീയതയുടെ വിത്ത് നാട്ടിൽ വളരുന്നു. അതിനെ ചെറുത്തു നിർത്താൻ DYFI ശ്രമിക്കുന്നുണ്ട്. നാട് ആപത്ത് നേരിടുമ്പോൾ DYFI നല്ല രീതിയിൽ പ്രതികരിച്ചു. ഒട്ടനവധി ദുരിതങ്ങൾ കേരളം അടുത്തിടെ ഏറ്റുവാങ്ങിയെങ്കിലും അവിടെയെല്ലാം DYFI മാതൃകാപരമായ ഇടപെടലുകൾ നടത്തി. യുവാക്കൾ മാറുന്ന ലോകത്തിന്റെ ചലനം വേഗത്തിൽ മനസ്സിലാക്കുന്നു. കേരളത്തിൽ അധികവും ഈ അഭ്യസ്തവിദ്യരായ യുവതലമുറയാണെന്നും ഈ യുവത്വമായതിനാൽ തന്നെ സ്റ്റാർട്ടപ്പുകളുടെ സാധ്യത സർക്കാർ തിരിച്ചറിയുകയും ഒരു സ്റ്റാർട്ടപ്പ് നയം ആവിഷ്കരിക്കുകയുമായിരുന്നു എന്നും രാജ്യത്ത് തന്നെ ആദ്യമായാണ് ഒരു സർക്കാർ ഇത്തരത്തിലൊരു നയം സ്വീകരിക്കുന്നത് എന്നും അദ്ദേഹം വ്യക്തമാക്കി. എന്തായാലും ശിവശങ്കറിനെ ഈ നിമിഷത്തിൽ അദ്ദേഹം ഓർത്തത് വലിയ ചർച്ചകൾക്ക് വഴിവെക്കുകയാണ്. ആര് മറന്നാൽ മുഖ്യമന്ത്രി അങ്ങനെ ഇങ്ങനെയൊന്നും ശിവശങ്കറിനെ മറക്കുകയില്ല വ്യക്തമാണ്. പ്രത്യേകിച്ച് മുഖ്യമന്ത്രിയെ പോലെയുള്ള, അതായത് പിണറായി വിജയനെ പോലെയുള്ള മറ്റൊരാളെ കുറിച്ച് സ്മരിക്കുന്ന അല്ലെങ്കിൽ ഓർക്കുന്നത് തന്നെ വലിയ കാര്യമാണ്. അല്ലെങ്കിൽ അങ്ങനെയൊന്നും തന്നെ ചിന്തിക്കാത്ത ഒരാൾ കൂടിയാണ് അദ്ദേഹം. അപ്പോൾ എത്രത്തോളം ആഴത്തിലാണ് അവരുടെ സൗഹൃദ ബന്ധം അല്ലെങ്കിൽ ആത്മബന്ധം എന്നുള്ളതിന്റെ ഏറ്റവും വലിയ തെളിവാണ് കഴിഞ്ഞ ദിവസം കണ്ടത്.